നമസ്കാരം. നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ട് ഏറ്റവും അധികം നല്ല സൗഹൃദത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം. തൊട്ട അയൽ രാജ്യത്തെ പല സംഭവങ്ങൾ നടക്കുമ്പോഴും നമ്മൾ വളരെ തന്മയത്തോടുകൂടി വളരെ സമാധാനമായിട്ടാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഇതാ മാലിദ്വീപില് പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മുയൂസ് എന്ന് പറയുന്ന പ്രസിഡന്റ് വന്നപ്പോൾ ഇന്ത്യ വിരുദ്ധ മനോഭാവമായിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തിയത് പോലും ഇന്ത്യ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യയിൽ നിന്നും അവിടെ വന്നിരിക്കുന്ന സൈനികരെ ഞാൻ പുറത്താക്കും, ഇന്ത്യയുമായിട്ടുള്ള ഇല്ലാതാക്കും, അങ്ങനെയാണ് അവിടെ ഒരു പ്രചരണം നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് എന്തോ തരത്തിൽ അവിടുത്തെ ജനങ്ങൾ കുറച്ച് അല്പം ഒരു അബദ്ധം പറ്റിപ്പോയി. അവസാനം മാലിദ്വീപ് പ്രസിഡന്റായിട്ട് മുഹമ്മദ് മുയൂസിനെ തിരഞ്ഞെടുത്തു. അദ്ദേഹം പ്രസിഡന്റായി വന്ന ഉടനെ തന്നെ ഇന്ത്യയിലെ സൈന്യം മാലിദ്വീപിൽ നിന്നും പൊയ്ക്കൊള്ളണം എന്ന് അദ്ദേഹം ഉത്തരവിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിലൊന്നും എതിർക്കാനൊന്നും പോയില്ല. നമ്മുടെ ഗവൺമെന്റ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞങ്ങളിതാ മാറുന്നു എന്ന് പറഞ്ഞിട്ട് മാറാനും തുടങ്ങി. നമ്മുടെ ഫസ്റ്റ് സൈന്യത്തിന്റെ ഒരു വിഭാഗം നമ്മൾ അവിടെ നിന്നും പിൻവലിക്കുകയും ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ബാക്കി സൈനികരെല്ലാം കുറേശ്ശെ ഇങ്ങ് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുമാണ്. പക്ഷേ ഈ മുഹമ്മദ് മുയൂസ് എന്ന് പറയുന്ന ഈ മാലദ്വീപ് പ്രസിഡന്റിന് ഈ വികാരങ്ങൾ മാത്രമാണല്ലോ ഇവരെല്ലാം നയിക്കുന്നത്, വിചാരങ്ങൾ ഇവരെ നയിക്കാറില്ലല്ലോ. അതുകൊണ്ട് ഈ മുഹമ്മദ് മുയൂസ് ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, കളിക്കുന്നത് ഇന്ത്യയോടാണ്, ഭാരതത്തിനോടാണ് എന്ന് ഇപ്പോൾ കാര്യം മനസ്സിലായി. ഭാരതം ഭരിക്കുന്നത് ഇപ്പോൾ ലോകം ശ്രദ്ധിക്കുന്ന ഒരു ഭരണാധികാരിയാണ്, അത് നരേന്ദ്രമോദിയാണ് എന്നത് മുഹമ്മദ് മുയൂസിന് അറിയാം. പക്ഷേ മുഹമ്മദ് മുയൂസിൻ്റെ കൂടെ ഉള്ളവർക്കും നരേന്ദ്രമോദിയോടുള്ള വെറുപ്പ് അത് ഇന്ത്യയിലുള്ള കുറേ ആൾക്കാർ ഉണ്ടാക്കി വെച്ചതാണ്. ആ വെറുപ്പ് ഉള്ളത് കൊണ്ടാണ് ഇന്ത്യക്കെതിരെ അദ്ദേഹം പ്രസിഡന്റായ ഉടനെ തന്നെ പ്രസ്താവന ഇറക്കുകയും ഇന്ത്യയെ ഞങ്ങൾ പുറത്താക്കുമെന്ന് പറയുകയൊക്കെ ചെയ്തത്. അത് വലിയൊരു വിപ്ലവമായിട്ട് അദ്ദേഹം തോന്നി. ഇന്ത്യയിലുള്ള ഈ മോദി വിരുദ്ധർക്ക് അത് വലിയ സന്തോഷവും ഉണ്ടാക്കി. പക്ഷേ ഇന്ത്യ ഗവൺമെന്റിന് ശക്തി ഇവർക്കൊന്നും ബോധ്യമായി തുടങ്ങിയിരിക്കുന്നു. മുഹമ്മദ് മുയൂസ് ഇപ്പോൾ മനസ്സിലാക്കി, ഇന്ത്യയെ പിണക്കിയാൽ സംഗതി കുഴപ്പമാകും, മാലിദ്വീപ് എന്നുള്ള രാജ്യം പോലും ചിലപ്പോൾ ഇല്ലാതാകും. കാരണം ഇന്ത്യയുടെ ആ ഒരു ലോകത്ത് ഇന്ത്യ എന്ന രാജ്യത്തിന്, ഭാരതത്തിന് ഇപ്പോൾ ലോകരാജ്യങ്ങളിലുള്ള ഒരു പ്രാധാന്യവും ഒക്കെ അമേരിക്ക പോലും ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പേ ഇന്ത്യയുടെ നിലപാട് ആ വിഷയത്തിൽ എന്താണ് എന്ന് പരിശോധിച്ചിട്ട് മാത്രമേ ഇപ്പോൾ അമേരിക്ക പോലും ഒരു തീരുമാനം, ഒരു ലോകരാജ്യവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം എടുക്കാറുള്ളൂ. മറ്റ് ഏകപക്ഷീയമായിട്ടാണ് അമേരിക്ക പലപ്പോഴും തീരുമാനമെടുത്തിരുന്നത് നമുക്കറിയാം, അത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം. പക്ഷെ ഇപ്പോൾ ഇതാ അമേരിക്ക, ലോക പോലീസ് എന്നൊക്കെ പറയുന്ന അമേരിക്കയ്ക്ക് പോലും ആ നിലപാടിൽ ഇന്ത്യയുടെ, ഭാരതത്തിന്റെ നിലപാട് എന്താണെന്ന് പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കൂ. അത്രയ്ക്ക് പ്രാധാന്യപ്പെട്ട രാജ്യമാണ് ഭാരതം. അത് സത്യത്തിൽ അത് മോദിയുടെ അധികാരം വന്നതിന് ശേഷം തന്നെയാണ്, ഞാൻ ഉറപ്പിച്ചു പറയും. എന്നെ നിങ്ങൾ സംഖ്യ എന്ന് വിളിച്ചാലും എനിക്ക് പ്രശ്നമല്ല. അതിനുശേഷം തന്നെയാണ് ഈ രാജ്യത്തിന്, ഈ ഭാരതത്തിന് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇത്രയും വലിയ പ്രാധാന്യം ലഭിച്ചത് എന്നത് പകൽ പോലെ സത്യം തന്നെയാണ്, എന്തൊക്കെ കൊണ്ട് നിങ്ങൾ മറയ്ക്കാൻ ശ്രമിച്ചാലും. പക്ഷേ മാലിദ്വീപ് പ്രസിഡന്റിന് കാര്യം മനസ്സിലാകുന്നു. അതായത് ഇന്ത്യ വിരുദ്ധ നിലപാടിൽ അയവ് വരുത്താനുള്ള നീക്കമായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നു. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസ് മാലിദ്വീപുമായി ഏറ്റവും അടുത്ത മിത്രമായി ഇന്ത്യ തുടരുമെന്ന് പറഞ്ഞ് മുയൂസ് ഇതാ രംഗത്ത് വന്നിരിക്കുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്താണ് ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കാര്യം എന്താണെന്ന് അറിയാമോ? ഇന്ത്യ കടാശ്വാസം നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. കാരണം കുറെ പണം ഇന്ത്യക്ക് നൽകാനുണ്ട്, അതിന് നിങ്ങളൊരു സാവകാശം തരണം എന്ന് ഇപ്പോൾ പറയുകയാണ്. മറ്റു പറയാം ഇന്ത്യ എന്ന് പൊയ്ക്കോളണം, ഇന്ത്യൻ ശരീരം ഞങ്ങളുടെ രാജ്യത്ത് പാടില്ല എന്നൊക്കെ പറഞ്ഞ ആളിപ്പോൾ പറയുന്നത് സഹായിക്കണേ, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഏപ്രിൽ മാലിദ്വീപിൽ പൊതു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ മുയൂസിന്റെ നിലപാട് മാറ്റമായി മുയൂസ് രംഗത്ത് വന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയുന്നത്. കഴിഞ്ഞ വർഷം ഒടുവിലെ കണക്കുകൾ പ്രകാരം $400.9 മില്യൺ മാലിദ്വീപ് ഇന്ത്യക്ക് നൽകാനുള്ളത്. $400.9 മില്യൺ മാലിദ്വീപ് ഇന്ത്യക്ക് നൽകാനുള്ളത്. ഇന്ത്യ സഹായം നൽകിയതിൻ്റെ തിരിച്ചു കിട്ടേണ്ട ഭാഗമാണ്. പല കാലങ്ങളിലായാണ് ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപ് സഹായധനം കൈപ്പറ്റിയത്. വലിയ തുക ഒരുമിച്ച് തിരിച്ചടയ്ക്കാൻ പ്രയാസമാണെന്നും തിരിച്ചടവ് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണമെന്നുമാണ് ആവശ്യം.
നിലവിൽ ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇക്കാര്യം കഴിഞ്ഞ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി മോദിയെ ധരിപ്പിച്ചുവെന്നുമാണ് ഇപ്പോൾ മുയൂസ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിനോട് ചെന്ന് സമാധാനമായിട്ട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ നവംബറിലാണ് മുഹമ്മദ് മുയൂസ് മാലദ്വീപ് പ്രസിഡന്റായി അധികാരമേറ്റത്. ചൈനയുടെ ആഭിമുഖ്യം പുലർത്താൻ ആഗ്രഹിക്കുന്ന മുയൂസ് മെയ് 10-നകം ദ്വീപിലുള്ള ഇന്ത്യൻ സേനാ വിന്യാസം പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 3 വ്യോമത്താവളങ്ങളിലായി 88 ഇന്ത്യൻ സൈനികരാണ് മാലദ്വീപിലുള്ളത്. ആദ്യ ബാച്ച് ഈ മാസം ആദ്യം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. മാലദ്വീപ് മിനിക്കോയും മാലദ്വീപിൽ 70 നോട്ടിക്കൽ മൈൽ മാത്രമാണ് മാലദ്വീപിലേക്കുള്ള ദൂരം. എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വൈദ്യസഹായങ്ങൾ ഇന്ത്യയാണ് നൽകുന്നത്. ഇതിനായി 2 ഹെലികോപ്റ്ററുകളും ഡോർണിയർ എയർക്രാഫ്റ്റും ഏർപ്പെടുത്തിയിരുന്നു. മാലദ്വീപ് മന്ത്രി ഇന്ത്യ വിരുദ്ധ പരാമർശം നടത്തുകയും ചൈനയുമായി കൂടുതൽ അടുപ്പം കാണിക്കുകയും ചെയ്തതോടെയാണ് നയതന്ത്ര ബന്ധങ്ങൾക്ക് വിള്ളൽ വീണത്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോഴിതാ മുയൂസിന് കാര്യങ്ങൾ മനസ്സിലായി. ഇന്ത്യയെ പിണക്കിയാൽ സംഗതി കുഴപ്പമാണ്, നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റില്ല ചൈനയെ. ചൈന നമുക്ക് സഹായം തരും, പക്ഷെ നമ്മളെ വിഴുങ്ങും എന്ന് ഇപ്പോഴാണ് ഈ മുയൂസിന് തലയ്ക്ക് വെളിവ് വന്നിരിക്കുന്നത്. ഇന്ത്യ വിരുദ്ധന്മാർ, കുറെ മോദി വിരുദ്ധന്മാർ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് പഠിപ്പിച്ചത് എന്നെ വെട്ടിലാക്കാനാണെന്ന് ഇപ്പോൾ മുയൂസിന് മനസ്സിലായിരിക്കുന്നു.